സ്ഥാനമൊഴിയുന്ന കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫണ്ടിൻ്റെ പ്രസിഡന്റ് എം രാജു അവരുടെ സ്വാഗതം ആശംസിച്ച ഡി സാബു, പുതിയ പ്രസിഡൻ്റായി ചാർജ് എടുക്കുന്ന ബിനു കാവുങ്കൽ, പുതിയ ജനറൽ സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ, നിയുക്ത ട്രഷറർ ലൂക്കോസ് ഉൾപ്പെടെ ഭരണാധികാരി വിനയകുമാർ, അശോകൻ, പ്രിയപ്പെട്ട മറ്റ് ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാർ, ഇന്ന് പഴയ സ്ഥാനം ഒഴിയുന്ന ഭാരവാഹിയിൽ നിന്നും പുതിയ ഭാരവാഹികൾ ചാർജ് എടുക്കുന്ന ഈ ചടങ്ങിൽ നിങ്ങളോടൊപ്പം വേദി പങ്കിടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെ നേരത്തെ സ്വാഗത പ്രാസംഗികൻ ഇന്ന് നമ്മുടെ സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പറയുകയുണ്ടായി. ഇതിന് പ്രധാനമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളിയാണ്. ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വെല്ലുവിളിയാണ്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ സഹകരണ വകുപ്പിനെ കേന്ദ്രത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ നോക്കുക. സത്യം പറഞ്ഞാൽ സഹകരണ മേഖല എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റേറ്റിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിലെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നതാണ് സഹകരണ മേഖല. അതായത് സാധാരണക്കാരന് പ്രാപ്യമായ ഒരു മേഖലയാണ് കേരളത്തിൽ സഹകരണ മേഖല. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ സഹകരണ മേഖല എന്ന് പേര് മാത്രമേ ഉള്ളൂ. അത് വൻകിടക്കാരെയാണ് സഹായിക്കുക. അപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ വൻകിട പഞ്ചസാര മില്ലുകളായിട്ടുണ്ട്. അവരെയൊക്കെ സഹായിക്കുന്നവരാണ് അവിടുത്തെ സഹകരണക്കാർ. നമ്മളിവിടെ അങ്ങനെയല്ല. ഇവിടെ താഴെ തട്ടിൽ സാധാരണക്കാരന് വരെ വായ്പ കിട്ടാനും അവർക്ക് എന്തിനധികം പറയുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ ലോൺ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന മേഖലയെ. എന്നാൽ ഇന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഈ കേരള ബാങ്കിൻ്റെ രൂപീകരണമാണ് സത്യത്തിൽ ഈ സഹകരണത്തിൻ്റെ ഒരു തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. ഇതിൻ്റെ ഈ ബില്ല് നിയമസഭയിൽ വന്നപ്പോൾ അന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കാണിക്കുന്ന അപകടമാണ്. കാരണം ഇപ്പോൾ സഹകരണ മേഖലയ്ക്ക് കുറേ നമ്മുടെ സാധാരണക്കാരെ സഹായിക്കാൻ കഴിയും. എന്നാൽ ഇത് കേരള ബാങ്കായിട്ട് മാറുമ്പോൾ പൂർണ്ണമായിട്ടും റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലേക്ക് പോവാം. മറ്റേത് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും റിസർവ് ബാങ്കിൻ്റെ തത്വങ്ങളനുസരിച്ച് നീങ്ങാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഈ ബാങ്കിന് കഴിയാത്ത അവസ്ഥയുണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ട് കരുവണ്ണൂർ ബാങ്കിന് തകർച്ചയുണ്ടായപ്പോൾ കേരള ബാങ്ക് സഹായിക്കാൻ നോക്കി. പക്ഷേ റിസർവ് ബാങ്ക് പറഞ്ഞു ഒരു കാരണവശാലും സഹായിക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ ആളുകൾ ഈ കാരണം ഒരുപാട് സഹകരണ മേഖലയ്ക്ക് ഒരു ചേഞ്ച് വരാനുണ്ടായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ നാഷണലൈസ്ഡ് ബാങ്കുകൾ ഒരു സ്വകാര്യവൽക്കരണത്തിൻ്റെ രീതിയിലേക്ക് പോയപ്പോൾ ജനങ്ങൾ കൂടുതലായിട്ട് ഈ സഹകരണ മേഖലയിലേക്ക് വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇന്ന് സഹകരണ മേഖല എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒന്ന് കരുവണ്ണൂർ ബാങ്ക്, പിന്നെ ഒരുപാട് ബാങ്കുകളുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് ദേശീയപാതയുടെ ഭാഗമായിട്ട് ഒരുപാട് കോമ്പൻസേഷൻ ആൾക്കാർക്ക് കിട്ടിയിരുന്നു. അവരൊക്കെ കൊണ്ട് നേമം സർവീസ് സഹകരണ ബാങ്കിൽ കൊണ്ടിട്ടു. ഇപ്പോൾ ഏതാണ്ട് ബാങ്ക് പൊളിഞ്ഞിരിക്കുക, കാശുമില്ല. അവരൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി കാശാണ് അക്വിസിഷനിൽ അവർക്ക് കിട്ടിയത്. അങ്ങനെയുള്ള കാശാണ് ആ ബാങ്കിൽ കൊണ്ടിട്ട് അതില്ലാതെ പോയത്. അപ്പം മര്യാദയ്ക്ക് നടക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങളിൽ പോലും ആളുകൾ നിക്ഷേപത്തിന് വേണ്ടി മടിക്കുക. അതുകൊണ്ട് ഇന്ന് ബാങ്കുകൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇപ്പോൾ കേരള ബാങ്ക് വന്നതോടുകൂടെ എന്തെങ്കിലും കാര്യത്തിന് സഹായിക്കാനുള്ള പഴയ രീതി ഇന്ന് മാറിയിരിക്കും. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്നാൽ സംസ്ഥാന സർക്കാരാണെങ്കിൽ അവരാണല്ലോ കേരള ബാങ്കിന് തുടക്കം കുറിച്ചത്. അന്ന് സൂചിപ്പിച്ചു ഇത് അപകടത്തിലേക്ക്. പക്ഷേ ഇപ്പോൾ അപകടത്തിൽ ചെന്ന് പെട്ടില്ലേ. അപ്പോൾ അവർക്കും ഒഴിയാൻ നിവൃത്തിയില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, സഹകരണ മന്ത്രി ഈ വകുപ്പ് ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇത് ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലല്ല ഇപ്പോൾ വകുപ്പ്. ഇതിപ്പോൾ റിസർവ് ബാങ്കിൻ്റെയും കേന്ദ്രത്തിൻ്റെയും കയ്യിലായി ഈ മേഖല. അതുകൊണ്ട് പിന്നെ ഇത് ശ്രദ്ധിച്ചിട്ട് ഒരു കാര്യമില്ല. കാര്യം ഇവരാണല്ലോ തുടങ്ങി വെച്ചത്, ഇവരാണ് ഇങ്ങനെയാക്കിയത്. പക്ഷേ ഇതിൻ്റെ ഒരു ദുരന്തം എന്താണെന്ന് പറഞ്ഞാൽ, ഇനി നാളെ കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടായാലും ഇത് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ കുറേ ടൈം എടുക്കും. അപ്പോഴേക്കും ഒരുമാതിരി ബഹളവും സമരങ്ങളൊക്കെ ആയിട്ട്
വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് അത് പോകും. സഹകരണ മേഖലയെ സംബന്ധിച്ച് അങ്ങനെ അന്യം നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ടവർ ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ. ഇപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കിൽ ലോൺ, ഒരു എഡ്യൂക്കേഷൻ ലോണിന് പോവുകയാണ്. അവിടെ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കാമെന്നല്ല, എങ്ങനെ കൊടുക്കാതിരിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഗവേഷണം. ചെല്ലുന്ന കുട്ടികളൊക്കെ കരഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ പലപ്പോഴും ഈ ഇതിലൊക്കെ ഇടപെടുമ്പോൾ അവർ പറയല്ല, സാറിന് നിർബന്ധമാണെങ്കിൽ കൊടുക്കാം. ഞാൻ അങ്ങനെ സാറിന് നിർബന്ധമല്ല, ഇതിനൊക്കെ വകുപ്പുണ്ടല്ലോ. ഓരോ ബാങ്കുകൾക്കും ഓരോ ഇതിൻ്റെ ചുമതലയുണ്ട്. ലോൺ കൊടുക്കുന്നതിന് മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ലോണിൻ്റെ തന്നെ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റൂൾ അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നത് കൊടുക്കാതിരിക്കാനുള്ള മാർഗ്ഗം. അതേസമയത്ത് ഇപ്പോൾ സഹകരണ മേഖലയിലേക്ക് വരാനും കഴിയാത്ത അവസ്ഥ. അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക നിലയെയാണ് ബാധിക്കുന്നത്, സാമ്പത്തിക സ്ഥിതികൾ. അതുകൊണ്ടാണ് ഇപ്പോഴൊന്നും ബ്രാഞ്ചിന് പോലും ആരും അപേക്ഷിക്കാത്ത അവസ്ഥയിലേക്ക്. മറ്റേത് ബ്രാഞ്ചിനൊക്കെ വേണ്ടിയിട്ട് വലിയൊരു ഇതായിരുന്നു, പക്ഷേ ഒരു നിവർത്തിയില്ല. ഇപ്പോൾ ചില സഹകരണ സ്ഥാപനങ്ങളുടെ, നമ്മൾ ഭരിക്കുന്ന ചില സഹകരണ സ്ഥാപനങ്ങളുടെ പരിപാടിക്കും പോകാൻ നിവർത്തിയില്ല. അവിടെ ചെല്ലുമ്പോൾ അവർ നാട്ടുകാർ പറയുന്നത് ഞങ്ങൾക്ക് കുറേ കാശ് കൊടുന്ന് കിട്ടാനുണ്ട്, ബാങ്കിനെയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്നത്. എന്തിനധികം പറയുന്നു, ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഒരു കാര്യത്തിൽ താല്പര്യമുണ്ട്, ഒരു ബാങ്ക് UDF ഭരിക്കരുതെന്നുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ട് പിടിച്ചെടുക്കൽ പ്രക്രിയയുണ്ട്. ഇപ്പോൾ കാർഷിക വികസന ബാങ്ക്, അതൊക്കെ ഓരോ ബഹളങ്ങളുണ്ടാക്കി. ഞാൻ പറയുന്നത് ഈ സമയത്ത് ഒരുമിച്ച് നിൽക്കേണ്ടതിന് പകരം അവിടെ വിഭാഗീയത ഉണ്ടാക്കാനാണ് കേരള സർക്കാർ നോക്കുന്നത്. ഈ മേഖല തകരുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തിനെ കൂടെ വിശ്വാസത്തിലെടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാനല്ല നോക്കുന്നത്, പ്രതിപക്ഷത്തിനെ പ്രകോപിപ്പിക്കാൻ നോക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാർഷിക ബാങ്ക് പോലും പിടിച്ചെടുത്ത്. മാത്രമല്ല, ഇപ്പോൾ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായല്ലോ എൻ്റെ വയനാട് മുണ്ടക്കൈ ചൂരൽമല, അവിടെ സഹായിക്കാൻ വേണ്ടി വായ്പ, ഈ കാർഷിക സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ആ പ്രദേശത്തുള്ളവരുടെ വായ്പ എഴുതി തള്ളാൻ ഭരണസമിതി തീരുമാനിച്ചു. UDFൻ്റെ ഭരണസമിതി. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ വന്നിട്ട് ആദ്യം എടുത്ത തീരുമാനം അത് സ്റ്റേ ചെയ്യാൻ. അപ്പോൾ കേന്ദ്രത്തിനെ വിമർശിക്കുമ്പോൾ, കേന്ദ്രത്തിന് ഫണ്ട് കിട്ടിയില്ല എന്ന് വിമർശിക്കുന്നവരാണ് ഒരു ബാങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ബാങ്ക് പിടിച്ചെടുത്ത് അഡ്മിനിസ്ട്രേറ്ററെ വെച്ച് ഇനി കൊടുക്കണ്ട എന്ന് പറയും. അപ്പോൾ ഒരു കൈയിൽ വാങ്ങുക, മറ്റേ കൈ കൊണ്ട് കളയുന്ന ഏർപ്പാടിലേക്ക് ഇപ്പോൾ കേരളത്തിൽ നിൽക്കുക. അപ്പോൾ ഈ മേഖല വളരെ ഒരു തകർച്ചയിലെത്തുമ്പോൾ ഇതിൻ്റെ ഭാരം മുഴുവൻ സഹിക്കേണ്ട ഒരു അടുത്ത ഗവൺമെൻറ്റാണ്. അടുത്തൊരു ഗവൺമെൻറ് വരുമ്പോൾ ഈ സാമ്പത്തിക പ്രയാസങ്ങളെ അതിജീവിക്കണമെങ്കിൽ ചില്ലറ ഹോംവർക്കൊന്നും ചെയ്താൽ പോരാ. അപ്പോഴേക്കും ജനങ്ങളെ വയലൻ്റ് ആക്കാനും ഇവരൊക്കെ മിടുക്കന്മാരായിരിക്കും. അതുകൊണ്ട് ഈ മേഖലയെ സംരക്ഷിക്കാനേ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. സഹകാരികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു കൂട്ടായിട്ടുള്ള ആലോചന വേണം. പണ്ട് കാലത്ത് അത് ഉണ്ടായിരുന്നു സഹകരണ മേഖലയിൽ. ഞാനിപ്പോഴും ഓർക്കുകയാണ്, പണ്ട് കാലത്തൊക്കെ ഈ സഹകരണ മേഖല ഇങ്ങനെ ഒരു പിടിച്ചെടുക്കൽ തന്ത്രമൊക്കെ വന്നപ്പോൾ അന്ന് ഏറ്റവും സീനിയറായിട്ടുള്ള കോൺഗ്രസിലെ സഹകാരികൾ ശ്രീ തച്ചടി പ്രഭാകരൻ, CN ബാലകൃഷ്ണൻ, അവരൊക്കെ അന്ന് അതിനെ നഖശിഖാന്ന് എതിർത്തിരുന്നു. അവർ പറഞ്ഞു ഈ മേഖലയെ നമുക്ക് വിട്ട് കളിക്കാൻ നിവൃത്തിയില്ല, നമ്മൾ രാഷ്ട്രീയം പൂർണ്ണമായിട്ട് കളിക്കേണ്ട, രാഷ്ട്രീയമുണ്ട് ശരിയാണ്, പക്ഷേ എന്ന് വിചാരിച്ചിട്ട് വെറും തറ രാഷ്ട്രീയം കളിക്കേണ്ട വേദിയല്ല സഹകരണ സ്ഥാപനങ്ങളെന്ന് പറയാൻ അന്ന് നേതാക്കന്മാരുണ്ടായിരുന്നു, മറുഭാഗത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന അവസാനം ഒരു സഹകരണത്തിലെത്താറുണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോ വഴിക്ക് പോകുന്നു. കേന്ദ്രമാണെങ്കിൽ കൂടുതൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നോക്കും. ഈ കേന്ദ്രത്തിലെ ഇത് സംബന്ധിച്ച് ബില്ല് വന്നപ്പോൾ, സഹകരണ ബില്ല് വന്നപ്പോൾ, ഞങ്ങളന്ന് കേരളത്തിലെ UDFൻ്റെ MP ഒറ്റക്കെട്ടായിട്ട് എതിർത്തു. ഞങ്ങൾ പറഞ്ഞു കേരളം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സ്റ്റേറ്റാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് അമിത്ഷാ ചോദിച്ചു, അപ്പോൾ ഈ കരുവണ്ണൂരെന്ന് പറയുന്ന ബാങ്ക് കേരളത്തിലല്ലേ എന്ന് ചോദിച്ചു. സത്യത്തിൽ ആ ഒറ്റ ഇഷ്യൂ ആണ് കേന്ദ്രത്തിനോട് ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത്. അവർ ചോദിച്ചാണെന്ന്, എന്താ കരുവണ്ണൂർ ബാങ്ക് കേരളത്തിലല്ലേ? ഇപ്പോൾ കരുവണ്ണൂർ മാത്രമേ, അനുബന്ധ ബാങ്കുകൾ കുറേയായി. ഇപ്പോൾ ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും ഈ മേഖലയിൽ ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഏതായാലും പുതിയ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല നിലനിർത്താനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നിങ്ങൾക്കുണ്ട്. പുതിയ ഭാരവാഹികൾ ഏതാണ്ട് ഒരു
8-9 മാസം കഴിയുമ്പോൾ കുറേ കൂടെ അനുകൂലമായിട്ട് ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാവുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ മേഖലയ്ക്ക് ഗുണകരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കലായി മുന്നോട്ട് നീങ്ങാൻ കഴിയും. അതുപോലെ തന്നെ ക്ഷീരമേഖലയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ വയനാടിൻ്റെ MP കൂടി ആയിട്ട് പ്രവർത്തിച്ച ആളായതുകൊണ്ട് ക്ഷീരമേഖല എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനവിടെ MP ആയിരിക്കുമ്പോഴാണ് ശ്രീ കെ കരുണാകരൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ജോർജ് മാഷ് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഈ മലബാർ മേഖല മിൽമ ആരംഭിച്ചത്. PT നമ്മുടെ ഗോപാലക്കുറുപ്പിനെ അതിൻ്റെ ചെയർമാൻ, ആദ്യം അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാനായി, പിന്നെ ഇലക്ടഡ് ബോഡിയായി. പക്ഷേ അതെല്ലാവരും കൂടെ ഇപ്പോൾ കൊണ്ട് കളഞ്ഞു. അതിപ്പോൾ LDFൻ്റെ കയ്യിലായി. അവിടത്തേക്ക് ക്ഷീരമേഖലയുടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, മറ്റ് സ്റ്റേറ്റിൽ നിന്ന് പാല് വരുമ്പോൾ നമ്മുടെ പാൽ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്ത അവസ്ഥയായി. അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഇപ്പോൾ ആരും മൂല്യം നോക്കില്ലല്ലോ. പഴയതുപോലെ വീട്ടിൽ പശുക്കളെ വളർത്തുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരിക. ഇപ്പോൾ പല കർഷക കോൺഗ്രസിൻ്റെ ഭാരവാഹികളെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എന്താ കൃഷി എന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. പിന്നെ ഒരു അക്കോമഡേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ മറ്റേ കർഷക കോൺഗ്രസിൻ്റെയൊക്കെ അവസ്ഥ. എല്ലാ പാർട്ടിയിലും അതാ കേട്ടോ. ആരും ഇപ്പോൾ കൃഷിയുടെ കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ വയനാട്ടിൽ തന്നെ മുമ്പൊക്കെ ഒരുപാട് പശുക്കളൊക്കെ വളർത്തിയിരുന്നു. ഇപ്പോൾ ആ മേഖലയും തകർച്ചയാണ്. കാരണം നേരെ കർണാടകത്തിൽ നിന്ന് വേറെ പാല് വരിക. അപ്പോൾ ആൾക്കാരെന്താ ചെയ്യുന്നത്? പശുവിനെ വളർത്താൻ ചിലവ് കൂടുതൽ, പശുവിനെ വളർത്തുന്നില്ല. എന്നാൽ കുറഞ്ഞ വിലയ്ക്ക് പാലിൻ്റെ മേന്മയല്ല നോക്കുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് പാല് വാങ്ങി തൽക്കാലം ലാഭിക്കുക. അപ്പോൾ കർണാടകത്തിൽ നിന്ന് പാല്, തമിഴ്നാട്ടിൽ നിന്ന് പാല് വരുന്നു. എന്നാൽ നമുക്കത് നിരോധിക്കാനും നിവൃത്തിയില്ല. കാരണം നിരോധിച്ചാൽ അവിടുന്ന് പച്ചക്കറി ഇങ്ങോട്ട് വരില്ല. അപ്പോൾ പിന്നെ നമ്മൾ പട്ടിണിയാവും. എല്ലാം പച്ചക്കറിയും പുറത്താണല്ലോ വരുന്നത്. അതാണ് ഒരിക്കൽ ലോറി സമരം, അഖിലേന്ത്യാ തലത്തിൽ ലോറി സമരം നടന്നു. ഇപ്പോൾ കേരളത്തിലെ ലോറി ഉടമകൾ പറഞ്ഞു, കേരളത്തിനെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞങ്ങൾ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ മാർക്കറ്റിൽ ചിലപ്പോൾ സാധനമില്ല. കാരണം എന്താ, എല്ലാം പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ അതിൽ നിയന്ത്രണം വരുന്നുള്ളത് കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാനും കഴിയുന്നില്ല. നമ്മുടെ സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്രത്തിൽ ഈ ക്ഷീരമേഖലയെ കൂടെ തൊഴിലുറപ്പിൽ പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് ജയറാം രമേശ് സമ്മതിച്ചില്ല. സത്യം പറഞ്ഞാൽ അല്ലായിരുന്നെങ്കിൽ കുറേ കൂടെ മെച്ചപ്പെട്ട ഒരവസ്ഥ ക്ഷീരമേഖലയ്ക്ക് ഉണ്ടാവുമായിരുന്നു. ഇനിയെങ്കിലും അതിനെ ക്ഷീരമേഖല ഇതിൽ പെടുത്തിയില്ലെങ്കിൽ ഈ മേഖലയ്ക്കും പ്രയാസം നേരിടും. പിന്നെ ഓരോ സഹകരണം എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടല്ലോ, എല്ലാ മേഖലയും ചേർന്നാണ്. അപ്പോൾ സഹകരണ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതല്ലെങ്കിൽ സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനം തകർന്ന് തരിപ്പണമാകും. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് പുതിയ ഭാരവാഹികളെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനും സഹകരണ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ച് ഗവൺമെൻറ്റിന് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകാൻ ഇപ്പോഴത്തെ ആൾക്കാർക്ക് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഇനി ഭാവിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നിർദ്ദേശങ്ങൾ നൽകാനും സംഘടനാ ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും പുതിയ ഭരണസമിതിക്ക് നേർന്നുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം. അതെയോ, നിങ്ങൾ ഇരിക്കുമോ? ഫ്രണ്ടിൽ എങ്ങനെ